മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ വിയോഗത്തിൽ ആദ്യമായും അനുശോചനം രേഖപ്പെടുത്തട്ടെ. പത്മശ്രീ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നേടിയ മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. മികച്ച വാഗ്മിയും അധ്യാപകനും ആയിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 3677 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. 51,879 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,351 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 228 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 20 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 63,582 സാമ്പിളുകൾ പരിശോധന നടത്തി. 4,652 പേർ രോഗമുക്തരായി. പല സംസ്ഥാനങ്ങളും കോവിഡ് വ്യാപനത്തിൻ്റെ അടുത്ത തരംഗത്തിൻ്റെ വക്കിലാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. തൊട്ടു മുൻപത്തെ ആഴ്ചയിലെ കണക്കെടുത്ത് നോക്കിയാൽ 31% വർധനവാണ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്തുണ്ടായത്. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനത്തിൻ്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 5 സംസ്ഥാനങ്ങളിൽ 10% കൂടുതലാണ് വർധന. കേരളത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവാണ് കണ്ടുവരുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ കർണാടക സംസ്ഥാനം തടയുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. സവിശേഷ സാഹചര്യമനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെങ്കിലും അവ പൊതു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. ലോക്ക്ഡൗണിന് ശേഷം പുതിയ മാനദണ്ഡങ്ങൾ വന്ന സമയത്ത് അന്തർ സംസ്ഥാന യാത്രകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതാണ്. അത് പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറാകേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാകും. കർണാടകയുടെ ഈ സമീപനത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കേരളത്തിന് അനുകൂലമായ നടപടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അന്തർ സംസ്ഥാന യാത്ര തടഞ്ഞതിന് ഒരു ന്യായീകരണവുമില്ലാത്തതാണ്. ഒരു സമയത്ത് ഏകദേശം 150 മരണങ്ങളും 10,000-ലധികം കേസുകളും ഉണ്ടായിരുന്ന സാഹചര്യം കർണാടകത്തിലുണ്ടായിരുന്നു. കർണാടകയിലെ 2020 നവംബറിൽ തന്നെ ഏകദേശം 46% ആളുകൾക്ക് കോവിഡ് വന്നതായാണ് അവരുടെയും ICMRൻ്റെയും സെറോ പ്രിവലൻസ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അതായത് ഏകദേശം 3 കോടി ആളുകൾക്ക്
അവിടെ കോവിഡ് വന്നു പോയിട്ടുണ്ടാകും. ഇതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ 10 ആളുകൾക്ക് പോലും കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ റിപ്പോർട്ടിംഗ് സംവിധാനത്തിൻ്റെ മികവ് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ 30 പേർക്ക് രോഗം വരുമ്പോൾ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ 3 പേർക്ക് രോഗം വരുമ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കേസുകൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന പ്രതീതി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇവിടെ നമ്മൾ രോഗം കൂടുതൽ കാര്യക്ഷമമായി കണ്ടെത്തുന്നു എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. കോവിഡ് മൂലം രാജ്യത്ത് ഏറ്റവും കുറച്ച് മരണനിരക്കുള്ള, ഏറ്റവും കാര്യക്ഷമമായി രോഗം കണ്ടെത്തുന്ന, രോഗികൾക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകുന്ന കേരളത്തെ വസ്തുതകൾ മൂടിവെച്ച് താറടിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ അനുഭവങ്ങളെ മായ്ച്ചു കളയാൻ ഈ വ്യാജ പ്രചാരകർക്ക് സാധിക്കില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിൻ മുൻഗണനാക്രമമനുസരിച്ച് ചിട്ടയായി കേരളത്തിൽ നൽകി വരികയാണ്. കേന്ദ്ര സോഫ്റ്റ്വെയറിൻ്റെയും മറ്റും തകരാറുകൊണ്ട് ചിലർക്ക് വാക്സിൻ കിട്ടാതെ പോയത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ബന്ധപ്പെടുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന വാക്സിൻ വിതരണത്തിലൂടെ ഈ ലക്ഷ്യം കൈവരിക്കാൻ മാസങ്ങളെടുക്കും. അതുവരെ കാത്തു നിൽക്കുന്നത് വിഷമകരമാണ്. കരുതൽ നടപടികൾ വിജയകരമായിരുന്നതുകൊണ്ട് കേരളം നേരിടുന്ന പ്രത്യേക പ്രതിസന്ധി പരിഗണിച്ച് കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൊതുവിപണിയിൽ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലെന്ന പോലെ സ്വകാര്യ സംരംഭകർക്കും വാക്സിൻ മിതമായ വിലക്ക് വിതരണം ചെയ്യാൻ അനുമതി നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവെക്കൽ സർജറി ഉടനെ ആരംഭിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിനായി സർജിക്കൽ ഗാസ്ട്രോ വിഭാഗം ആരംഭിക്കുന്നതിന് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, 2 അസിസ്റ്റൻറ്റ് പ്രൊഫസർ, 4 സീനിയർ റെസിഡൻറ്റ്, ഇത്രയും തസ്തികകൾ ഫെബ്രുവരി 19 സൃഷ്ടിച്ചിട്ടുണ്ട്.